السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالًا كثيرًا ونساءً. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള മഹാനായ സഹാബി അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഏറെ മഹത്തരമായ ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് പറഞ്ഞതായി, അള്ളാഹു അവൻ്റെ അടിമകളെ യാ ഇബാദി എന്നാവർത്തിച്ച് വിളിച്ചതായി നമ്മെ അറിയിച്ചിട്ടുള്ള ഏറെ ശ്രേഷ്ഠമായ ഏറെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറഞ്ഞിരിക്കുന്നുവെന്ന്, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമ ഫലാ തദാലമു. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എൻ്റെ കാര്യത്തിൽ എൻ്റെ മേൽ ദുൽം അക്രമം ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. വജഅൽതുഹു ബൈനകും മുഹറമൻ, നിങ്ങൾക്കിടയിലും ഞാനത് ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അതിക്രമം പ്രവർത്തിക്കരുത്, അക്രമം ചെയ്യരുത്. യാ ഇബാദി കുല്ലുക്കും ضالٌ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി അഹ്ദികും. ഓ എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വഴികേടിലാണ്, ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ, ഞാൻ സന്മാർഗത്തിലാക്കിയവരൊഴികെ. ഫസ്തഹ്ദൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കൂ, എന്നോട് സന്മാർഗം ചോദിക്കൂ. അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. യാ ഇബാദി കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതുഹു ഫസ്തത്ഇമൂനി ഉത്ഇംകും. ഓ എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും പട്ടിണിയിലാണ്, നിങ്ങളെല്ലാവരും വിശപ്പിലാണ്, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ. ഫസ്തത്ഇമൂനി, അതുകൊണ്ട് എന്നോട് നിങ്ങൾ ആഹാരത്തിന് തേടൂ, ഭക്ഷണത്തിന് ചോദിക്കൂ. ഉത്ഇംകും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമേകാം. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു ഫസ്തക്സൂനി അക്സുക്കും. ഓ എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വസ്ത്രമില്ലാത്തവരാണ്, നഗ്നരാണ്, ഞാൻ വസ്ത്രം പുതപ്പിച്ചവരൊഴികെ, ഞാൻ ഉടുപ്പേകിയവരൊഴികെ. ഫസ്തക്സൂനി, അതുകൊണ്ട് എന്നോട് നിങ്ങൾ വസ്ത്രത്തിന് ചോദിക്കൂ. അക്സുക്കും, ഞാൻ നിങ്ങൾക്ക് വസ്ത്രമേകാം. യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. ഓ എൻ്റെ അടിമകളെ, നിങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ രാവും പകലും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാനാകട്ടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്.
അതുകൊണ്ട് എന്നോട് നിങ്ങൾ പാപമോചനം തേടൂ. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാം. യാ ഇബാദി ഇന്നക്കും ലൻ തബ്ലുഗു ദർരി ഫതദുറൂനി വലൻ തബ്ലുഗു നഫഇ ഫതൻഫഊനി. ഓ എൻ്റെ അടിമകളെ, നിങ്ങൾക്കൊരിക്കലും എന്നെ ഒരു ഉപദ്രവവും ഏൽപ്പിക്കാൻ സാധ്യമല്ല, നിങ്ങൾക്കൊരിക്കലും എനിക്കൊരു ഉപകാരം ചെയ്തു തരാനും സാധിക്കുകയില്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ. ഓ എൻ്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തെ ആളുകളും അവസാനത്തെ ആളുകളും, നിങ്ങളിൽ ആദ്യത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യനും, നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളുമെല്ലാം ഏറ്റവും തഖ്വയുള്ള, ഏറ്റവും സൂക്ഷ്മതയുള്ള ഹൃദയമുള്ള ആൾ ആരാണോ ആ ആളുടെ അതേ ഹൃദയമുള്ളവരായിത്തീർന്നു നിങ്ങളെല്ലാവരും ഏറ്റവും തഖ്വയുള്ളവരായിത്തീർന്നു. എങ്കിലും എൻ്റെ മുൽക്കിൽ, എൻ്റെ അധികാരത്തിൽ ഒന്നുപോലും അതുകൊണ്ട് കൂടാനില്ല. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ. എൻ്റെ അടിമകളെ, നിങ്ങളിലെ ആദ്യത്തെ ആളും അവസാനത്തെ ആളും, നിങ്ങളിലെ ജിന്നും മനുഷ്യനും ഏറ്റവും വൃത്തികെട്ട ഹൃദയമുള്ളവർ ആയിത്തീർന്നാലും, ഏറ്റവും മോശപ്പെട്ട ഹൃദയമുള്ളവൻ ആരാണോ അവൻ്റെ ഹൃദയം പോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയമായി തീർന്നാലും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ, എൻ്റെ മുൽക്കിൽ, എൻ്റെ അധികാരത്തിൽ നിന്ന് അതുകൊണ്ട് ഒന്നും കുറയാൻ പോകുന്നില്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദ് ഫസഅലൂനി ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. ഓ എൻ്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും, നിങ്ങളിലെ ജിന്നും മനുഷ്യനുമെല്ലാം ഒരൊറ്റ മുറ്റത്തൊരുമിച്ച് കൂടുകയും എന്നിട്ട് ഓരോരുത്തരും അവന് വേണ്ടതെല്ലാം എന്നോട് ചോദിക്കുകയും ചോദിച്ചവനെല്ലാം ചോദിച്ചത് മുഴുവൻ ഞാൻ നൽകുകയും ചെയ്താലും എൻ്റെ പക്കലുള്ളത് ഒന്നും കുറയുകയില്ല. ഒരു സൂചിയെടുത്ത് കടലിൽ മുക്കിയാൽ എന്തേ കടലിൽ നിന്ന് കുറഞ്ഞു പോയത്? അത്രയല്ലാതെ എന്ന് പറഞ്ഞാൽ ഒന്നും കുറയുകയില്ല. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സിഹാ ലക്കും ثم ഉവഫീകും ഇയ്യാഹാ ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ് വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്. ഓ എൻ്റെ അടിമകളെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അതുമാത്രമാണ്. അത് ഞാൻ സമ്പൂർണ്ണമായി പരിപൂർണമായി കണക്കാക്കുകയും എന്നിട്ട് അതിൻ്റെ പ്രതിഫലം പരിപൂർണമായി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഫമൻ വജദ ഖൈറൻ, എന്നിട്ട് ആർക്കെങ്കിലും കിട്ടിയത് ഖൈറാണ് എങ്കിൽ, ആർക്കെങ്കിലും കാണാൻ സാധിച്ചത് നന്മയാണ് എങ്കിൽ ഫൽയഹ്മദില്ലാഹ്, അവർ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. വമൻ വജദ ഗൈറ ദാലിക്, ഇനി അതല്ലാത്തതാണ് ആർക്കെങ്കിലും കിട്ടിയത് എങ്കിൽ, ഖൈറല്ലാത്തതാണ് കിട്ടിയത് എങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്, അവനവനെയല്ലാതെ മറ്റാരെയും അവൻ കുറ്റം പറയേണ്ടതില്ല. ഓ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്തൊരു ഹദീസാണിത്! എത്ര വലിയ പാഠങ്ങളാണ് ഈ ഹദീസിലുള്ളത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഈ ഹദീസിനെ കുറിച്ച് പറയുകയുണ്ടായി. ഷാമുകാരായ ആളുകൾ റിവായത്ത് ചെയ്ത് അവരുദ്ധരിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഹദീസാണിത് എന്ന് പറഞ്ഞാൽ, ഈ ഹദീസിൻ്റെ പരമ്പരയിൽ ഇതിൻ്റെ സനദിൽ ഉള്ളവർ അവർ മുഴുവൻ ഷാമുകാരായ ദിമഷ്കുകാരായ ആളുകളാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അവർക്ക് അഭിമാനിക്കാൻ ഈ ഒരു ഹദീസ് മാത്രം മതിയെന്ന്. അബൂ ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുല്ലാഹ് എന്ന താബിഈ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള മഹാനായ താബിഈ അബൂ ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഈ ഹദീസ് പറയുമ്പോൾ തൻ്റെ ഇരു കാൽമുട്ടുകളിൽ വീണുപോകാറുണ്ടായിരുന്നു. ഈ ഹദീസിലെ മഹത്വമേറിയ പാഠങ്ങൾ ആലോചിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഖുദ്സിയായ ഹദീസാണിത്. റബ്ബ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഹദീസ്. ഈ ഹദീസിൽ 10 തവണ യാ ഇബാദി എന്ന റബ്ബിൻ്റെ വിളി നമുക്ക് കേൾക്കാം. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ എന്ന് വിളിച്ച് 10 തവണ റബ്ബ് ഈ ഹദീസിൽ വിളിക്കുന്നു. പണ്ഡിതന്മാർ പറയുന്നു, ഇസ്ലാമിൻ്റെ
3 അടിസ്ഥാന പാഠങ്ങൾ, 3 അടിത്തറകൾ നോക്കൂ ഈ ഹദീസിലുണ്ട് എന്ന്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തേത്, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അടിമകൾക്ക് അതിക്രമത്തിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് എല്ലാവിധ സംരക്ഷണവും നൽകിയിരിക്കുന്നു. അവർ അതിൽ നിന്ന് മോചിതരാക്കിയിരിക്കുന്നു. അവരുടെ റബ്ബ് അവരോട് അതിക്രമം പ്രവർത്തിക്കുകയില്ല. അതുപോലെ പരസ്പരം അതിക്രമം പ്രവർത്തിക്കുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ വിലക്കിയിരിക്കുന്നു. ഒരുവൻ തന്നോട് തന്നെ അക്രമം ചെയ്യുന്നത് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും, ഓരോ മനുഷ്യനും, അവൻ എത്ര പണക്കാരനാകട്ടെ, എത്ര ശക്തനാകട്ടെ, എത്ര ആരോഗ്യമുള്ളവനാകട്ടെ, എത്രമാത്രം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാകട്ടെ, അവരെല്ലാം അള്ളാഹുലേക്ക് ഫഖീറുകളാണ്. റബ്ബിൻ്റെ മുന്നിൽ ഒന്നുമില്ലാത്തവരാണ്. അവരുടെ ദീനിലും ദുനിയാവിലും പരലോകത്തും അള്ളാഹുവിൻ്റെ കാവലില്ലാതെ, അവൻ്റെ പ്രത്യേകമായ കരുതലില്ലാതെ, അവൻ്റെ സംരക്ഷണയില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടുക സാധ്യമല്ല. യാ യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ഓ മനുഷ്യരെ, നിങ്ങളെല്ലാവരും റബ്ബിലേക്ക് ഫഖീറുകളാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നുമില്ലാത്ത, അവനിലേക്ക് ആവശ്യക്കാരായിട്ടുള്ള ആളുകളാണ്. അള്ളാഹുവാണ് ഗനിയായ ഹമീദായവൻ. അവനാണ് എല്ലാ സ്തുതികൾക്കും അർഹനായ, എല്ലാവിധ ധന്യതയുമുള്ളവൻ. മൂന്നാമത്തെ പാഠം, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അങ്ങേയറ്റത്തെ ഗനിയാണ്. അവൻ ഏറ്റവും ധന്യനാണ്. അവന് പടപ്പുകളെ കൊണ്ട് ഒരാവശ്യവുമില്ല. പടപ്പുകളുടെ നന്മ കൊണ്ട് അവൻ്റെ മുൽക്കിലൊന്നും കൂടാനില്ല. അവരെല്ലാം മോശക്കാരായാലും അള്ളാഹുവിൻ്റെ മുൽക്കിൽ യാതൊന്നും തന്നെ കുറയാനില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ അടിസ്ഥാന പാഠങ്ങൾ, 3 പാഠങ്ങൾ പ്രിയമുള്ളവരെ, ഈ ഹദീസിൽ നമുക്ക് കാണാം. ഒന്ന്, അള്ളാഹു അക്രമത്തിൽ നിന്ന്, ദുൽമിൽ നിന്ന് നമുക്ക് മോചനം നൽകിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് സംരക്ഷണമേകിയിരിക്കുന്നു. അവൻ പറഞ്ഞു, യാ ഇബാദി, ഓൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എൻ്റെ മേൽ അതിക്രമം ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ പടപ്പുകളോട് അതിക്രമം ചെയ്യുകയില്ല. അള്ളാഹു അവരോട് അതിക്രമം ഉദ്ദേശിക്കുക പോലുമില്ല. വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ, അള്ളാഹു ലോകരോട് അക്രമം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ ഏത് കാര്യത്തിനാണ് കഴിവില്ലാത്തവൻ? അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോടുണ്ടാകൂ എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോഴതുണ്ടാകും. എന്നാൽ എന്നിട്ടുകൂടി അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവൻ്റെ വിധിയെ തടുക്കാൻ ആരുമില്ല. അവൻ്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ ഒരു പടപ്പിനും സാധ്യമല്ല. എന്നിരിക്കെയും റബ്ബ് അടിമകളോട് അതിക്രമം ചെയ്യുകയില്ല. മറിച്ച് പടപ്പുകൾ മുഴുവൻ അള്ളാഹുവിൻ്റെ നീതിക്കും അവൻ്റെ ഔദാര്യത്തിനും മധ്യേ കഴിയുകയാണ്. ഈ ലോകത്തെ സ്ഥിതി നോക്കൂ നിങ്ങൾ. ഈ ലോകത്ത് അള്ളാഹു അവനിൽ വിശ്വസിച്ചവനും അവനിൽ വിശ്വസിക്കാത്തവനും, മുസ്ലിമിനും കാഫിറിനും അവൻ്റെ ഫദ്ല് നൽകുന്നു, അവൻ്റെ ഔദാര്യമേകുന്നു. അവൻ നൽകുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അവൻ്റെ ഔദാര്യമാണ്. ഒരാളുടെയും അവകാശമായിരുന്നില്ല. ഈ ലോകത്ത് അള്ളാഹു ആരെയെങ്കിലും അവരുടെ തിന്മകൾക്ക് പിടികൂടിയാൽ, ശിക്ഷിച്ചാൽ, അള്ളാഹു അവരോട് അതിക്രമം ചെയ്തിട്ടില്ല. മറിച്ച് അള്ളാഹു അവരോട് നീതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ലോകത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ലോകത്ത് നോക്കൂ, മുസ്ലിമിനും കാഫിറിനും അള്ളാഹുവിൻ്റെ ഫദ്ല് ലഭിക്കുന്നു, അവൻ്റെ ഔദാര്യം ലഭിക്കുന്നു. അവരുടെ തിന്മകൾക്ക് അള്ളാഹു അവരെ പൊടുന്നനെ പിടികൂടിയിരുന്നുവെങ്കിൽ, എല്ലാ തെറ്റുകൾക്കും അള്ളാഹു അവരെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഭൂമിപ്പുറത്തൊരു പടപ്പും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അള്ളാഹു അവരെ വെറുതെ വിടുന്നു. അവൻ്റെ മാപ്പാണത്, അവൻ്റെ അഫുവാണത്. നോക്കൂ, എന്നാൽ അതാ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവനിൽ വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കുമ്പോൾ അള്ളാഹു അവരോടൊരിക്കലും അനീതി ചെയ്തിട്ടില്ല. അവർ പറയുകയില്ല അള്ളാഹു ഞങ്ങളോട് അനീതി ചെയ്തുവെന്ന്. മറിച്ച് അവരവരെയാണ് കുറ്റപ്പെടുത്തുക. നോക്കൂ, നരകത്തിൽ ശാശ്വതരായി കഴിയുന്ന കുഫാറുകൾ അവരൊരിക്കലും റബ്ബ് ഞങ്ങളോട് അനീതി ചെയ്തു എന്ന് പറയുകയില്ല. കാരണം അവർക്ക് ബോധ്യമുണ്ട് അള്ളാഹു ഒരു പടപ്പിനോടും അനീതി ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ പരിപൂർണമായ നീതിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നവർക്കറിയാം. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. അവർ പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ കാര്യം ഗ്രഹിച്ചിരുന്നുവെങ്കിൽ, മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ കത്തിയാളുന്ന നരകത്തിൻ്റെ ആളുകളായി ഞങ്ങൾ മാറുമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. മുഅ്മിനീങ്ങൾക്കാകട്ടെ അള്ളാഹുവിൻ്റെ ഫദ്ൽ, അവൻ്റെ ഔദാര്യവും റഹ്മത്തും കൊണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല,
അവരുടെ പ്രവർത്തനങ്ങൾ സ്വർഗപ്രവേശനത്തിൻ്റെ കാരണം മാത്രമാണ്. സ്വർഗത്തിന് പകരമല്ല അത്. സ്വർഗത്തിന് നിൻ്റെ അമലുകൾ പകരമാവുകയില്ല. എന്നാൽ അത് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്. അള്ളാഹു അവൻ്റെ ഫദ്ലിനാൽ, അവൻ്റെ ഔദാര്യത്താൽ, അവൻ്റെ റഹ്മത്ത് മൂടിക്കൊണ്ട് ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരാളും തൻ്റെ പ്രവർത്തനം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആളുകൾ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, ഓ റസൂലേ താങ്കളുടെ സ്ഥിതിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ൽ. അല്ലാഹു അവൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ ഞാൻ പോലും അവിടെ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ റബ്ബ് ഔദാര്യമേകുന്നു, അവൻ്റെ നീതി പാലിക്കുന്നു, അതല്ലാതെ ഒരിക്കലും അവൻ അനീതി ചെയ്യുകയില്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ വഇൻ തകു ഹസനത യുദാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമ. അല്ലാഹു ഒരു ഉറുമ്പിൻ്റെ തൂക്കം പോലും അതിക്രമം ചെയ്യുകയില്ല. ഒരൊറ്റ നന്മയാണ് എങ്കിൽ പോലും അവനത് ഇരട്ടിയാക്കി കൊണ്ടുവരും. വയുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമ, അവൻ്റെ പക്കൽ നിന്നുള്ള വലിയ പ്രതിഫലം അല്ലാഹു നൽകും. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ വയകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. നീതിയുടെ തുലാസുകൾ നാം സ്ഥാപിക്കുന്നതാണ്. ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ, ഒരാളോടും ഒരു തരിമ്പ് പോലും അനീതി പ്രവർത്തിക്കപ്പെടുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഒരു അണുമണി തൂക്കമുള്ളതാണ് എങ്കിൽ പോലും അവൻ അത് കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ, കണക്ക് നോക്കാൻ നാം തന്നെ മതിയായവനാണ്. ഇങ്ങനെയാണ് റബ്ബ്. അതുപോലെ അവൻ പടപ്പുകൾക്കിടയിലും ദുൽമ ഹറാമാക്കിയിരിക്കുന്നു. ഒരുവൻ തന്നോട് അതിക്രമം പ്രവർത്തിക്കരുത്, സ്വയം അവൻ അക്രമം ചെയ്യരുത്. ഒരു മനുഷ്യൻ തന്നോട് ചെയ്യുന്ന അതിക്രമങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ശിർക്ക് എന്ന ഏറ്റവും വലിയ അതിക്രമമാണ്. അതിനോളം വലിയ അക്രമം മറ്റൊന്നില്ല. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. ലുഖ്മാൻ എന്ന മഹാനായ മനുഷ്യൻ പണ്ട് തൻ്റെ മകനെ ഉപദേശിച്ചതിലുള്ളതുപോലെ, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. ലുഖ്മാൻ മകനെ ഉപദേശിച്ച സന്ദർഭം മകനോട് പറഞ്ഞു, എൻ്റെ മോനെ, നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം. ശിർക്ക് ഏറ്റവും കൊടിയ അക്രമമാണ്. സകല പ്രവർത്തനങ്ങളെയും തകർത്തു കളയുന്ന, സ്വർഗം ഹറാമാക്കി കളയുന്ന, നരകം ശാശ്വതമാക്കുന്ന തിന്മയാണ് ശിർക്ക്. അതിനോളം വലിയ തിന്മ മറ്റൊന്നില്ല. അള്ളാഹു ആ തിന്മ ഒരിക്കലും പൊറുക്കുകയില്ല. അതിന് താഴെയുള്ളത് അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. ശിർക്കിലായി മരിച്ചോ അവൻ്റെ സങ്കേതം നരകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ. ആര് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവനായി മരിച്ചുവോ അവൻ നരകത്തിനാണ്. ഇതാണ് ഏറ്റവും വലിയ അതിക്രമം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും അധികം നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈ അക്രമം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നതിനെയാണ്. അതാണ് അവനവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അതിക്രമം. രണ്ടാമത്തെ അതിക്രമം സ്വന്തത്തോട് ചെയ്യുന്ന അതിക്രമം മറ്റുള്ള തിന്മകളാണ്. ശിർക്കിന് ശേഷമുള്ള മറ്റുള്ള തിന്മകൾ, അതിൻ്റെ സ്ഥിതി എന്താണ്? അള്ളാഹു ഒരു പക്ഷേ അവനെ ശിക്ഷിക്കാതെ നേരെ സ്വർഗത്തിലാക്കിയേക്കും ആ തിന്മകളുമായി മരിച്ചാൽ. അതല്ല എങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ ആ തിന്മകളുടെ പേരിൽ ശിക്ഷിക്കുകയും എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എങ്ങനെയാണ് എങ്കിലും പ്രിയ സഹോദരങ്ങളെ, തിന്മകളുമായി മരിച്ചു പോവുക എന്നത് വലിയ അപകടമാണ്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, തിന്മകൾ അവസാനിപ്പിക്കുക. ഈ രണ്ട് അതിക്രമങ്ങൾ ഒരു മനുഷ്യൻ സ്വന്തത്തോട് ചെയ്യുന്നതാണ്. പിന്നെയുള്ള മനുഷ്യൻ്റെ ദുൽമെന്നാൽ അത് മറ്റുള്ളവരോട് ചെയ്യുന്നതാണ്. ആളുകളോടുള്ള അതിക്രമം പ്രിയ സഹോദരങ്ങൾ, അത് വലിയ അപകടമാണ്. അത് പരലോകത്തെ ഇരുട്ടാണ്. അതുകൊണ്ട് നീ ഒരു വാക്കുകൊണ്ടുപോലും, നീ നിൻ്റെ ഒരു വാക്കിൻ്റെ പകുതി കൊണ്ട് പോലും ഒരാളെയും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ അത് വലിയ അപകടം ചെയ്യും. അത് നിന്നെ ഈ ലോകത്തും പരലോകത്തും വലിയ കുഴപ്പങ്ങളിൽ അകപ്പെടുത്തി കളയും. അതുകൊണ്ട് അക്രമം വളരെ സൂക്ഷിക്കുക. അക്രമം ആരോടെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ മരിക്കുന്നതിന് മുൻപ് അത് പരസ്പരം തീർപ്പാക്കാൻ വളരെ വളരെ ശ്രദ്ധിക്കുക. അത് സാമ്പത്തികമാണോ തിരിച്ചു നൽകുക, സാമ്പത്തികമാണോ തിരിച്ചു നൽകുക, ദേഹോപദ്രവമാണോ അത് അയാളോട് ചെന്നത് മാപ്പാക്കിക്കുക, തിരിച്ചെന്തെങ്കിലും എന്നെ ചെയ്തോളൂ എന്ന് പറയുക. അതല്ല, അയാൾ വിട്ടുതന്നാൽ ശരി. ഇങ്ങനെ സമ്പത്തിലോ
രക്തത്തിലോ അഭിമാനത്തിലോ പരസ്പരം അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതുമായി മരിച്ചു പോവുക വലിയ അപകടമാണ്. അള്ളാഹു അത് വിലക്കിയിരിക്കുന്നു. ഫലാ തദാലമു, നിങ്ങൾ പരസ്പരം അതിക്രമം പ്രവർത്തിക്കരുത് എന്ന് റബ്ബ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവിധ അതിക്രമങ്ങളെയും സൂക്ഷിക്കുക. അള്ളാഹു അത് ഹറാമാക്കിയിരിക്കും. ഒരാളോടും നമുക്കത് ചെയ്യാൻ അനുവാദമില്ല. ഫലാ തദാലമു എന്നാണ് അള്ളാഹു പറഞ്ഞത്, ഫലാ തദ്ലിമു എന്നല്ല. തദാലമു എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നിന്നോട് അതിക്രമം പ്രവർത്തിച്ചവനോട് നീ അതിക്രമം പ്രവർത്തിക്കരുത്. നിന്നോടൊരുവൻ ചെയ്തത് ദുൽമാണ്, നീ അക്രമം അവനോട് തിരിച്ചു ചെയ്യാൻ നിനക്ക് അനുവാദമില്ല. നീ നീതിപൂർവ്വം വർത്തിക്കാൻ മാത്രമേ അനുവാദമുള്ളൂ. ഒരു മുസ്ലിമിനോടോ ഒരു കാഫിറിനോടോ ഒരു കുട്ടിയോടോ ഒരാളോടും നിനക്ക് അതിക്രമം ചെയ്യാൻ അനുവാദമില്ല. എന്നിട്ടാണോ മുഅ്മിനീങ്ങളോട്, നിൻ്റെ അടുത്തവരോട്, നിൻ്റെ ഭാര്യയോട്, മക്കളോട് ഇവരോടൊക്കെ അതിക്രമം ചെയ്യാൻ നിനക്ക് അനുവാദമുണ്ടാവുക? ഇല്ല, പാടില്ല. ഒരാളോടും അത് പാടില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹു ഇഅ്ദിലു, നീതി പാലിക്കുക എന്ന് മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീതിയുടെ കാവലാളുകളായി അള്ളാഹുവിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകാനാണ് അള്ളാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിക്രമത്തിൽ നിന്ന് മരണം വരെ വിട്ടു നിൽക്കുന്ന ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. പ്രിയ സഹോദരങ്ങളെ, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മഹത്തരമായ ഹദീസിലെ ആദ്യത്തെയും അവസാനത്തെയും യാ ഇബാദി എന്ന വിളികൾ അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ളതാണ്. അവസാന ഭാഗത്ത് നമുക്ക് കാണാം അള്ളാഹു പറഞ്ഞതായി, യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ഓ എൻ്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅ്മാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അതുമാത്രമാണ്. ഉഹ്സിഹാ ലക്കും, ഞാൻ നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്തി നൽകും. സുമ്മ ഉവഫീക്കും ഇയ്യാഹ, അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് നൽകും. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ്, ഖൈർ ലഭിച്ചോ എങ്കിൽ അള്ളാഹുവിനെ അത് ലഭിച്ചവൻ സ്തുതിക്കട്ടെ. അതല്ലാത്തതാണ് കിട്ടിയത് എങ്കിൽ അവനവനെ അല്ലാതെ കുറ്റം പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരിക്കലും മറ്റൊരാളുടെ തിന്മ നമ്മുടെ മേൽ ചാർത്തി നമ്മോട് അതിക്രമം ചെയ്യുകയില്ല. നമ്മൾ ചെയ്ത നന്മ അത് അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകാതെ അത് മുക്കിക്കളയുകയില്ല, അതെവിടെയും മുങ്ങിപ്പോവുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുവൻ്റെ നന്മയെ ഒരിക്കലും നശിപ്പിച്ച് കളയാതെ മറ്റൊരാളുടെ തിന്മയെ ഒരുവനിലേക്ക് ചേർത്തി കളയാതെ അങ്ങനെയുള്ള അതിക്രമം ഒരിക്കലും പ്രവർത്തിക്കാത്തവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. മറിച്ച് തിന്മകൾ അത് ഏതൊരാൾക്കും ലഭിക്കുന്നത് അവൻ ചെയ്തതു മാത്രമാണ്, അല്ലെങ്കിൽ അവൻ കാരണക്കാരനായത് മാത്രമാണ്. നന്മകൾ നശിച്ചു പോകുന്നത് ഒരുവൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഒരിക്കലും റബ്ബ് നീ ചെയ്ത ഒരു നന്മയും പാഴാക്കി കളയുകയില്ല. അത് നീ പേടിക്കേണ്ടതില്ല. വമൻ യഅ്മൽ മിനസ് സാലിഹാതി വഹുവ മുഅ്മിനുൻ ഫലാ യഖാഫു ദുൽമൻ വലാ ഹദ്മാ. ആരാണോ മുഅ്മിനായിക്കൊണ്ട് സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചത് അവൻ ദുൽമ പേടിക്കേണ്ടതില്ല, ഹദ്മ പേടിക്കേണ്ടതില്ല. ദുൽമെന്നാൽ എന്താണ്? അവിടെ ഉദ്ദേശം മറ്റൊരാളുടെ തിന്മ നിൻ്റെ മേൽ ചാർത്തപ്പെടുക, അത് പേടിക്കേണ്ടതില്ല. ഹദ്മ എന്താണ്? നിൻ്റെ ഒരു നന്മ അള്ളാഹു പാഴാക്കി കളയുക, അത് നീ പേടിക്കേണ്ടതില്ല. കാരണം നിനക്ക് ചെന്നു നിൽക്കാനുള്ളത് റഹ്മാനായ നിൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ്. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, എൻ്റെ വിചാരണ നടത്താൻ നാളെ പരലോകത്ത് എൻ്റെ സ്വന്തം പിതാവിനെ ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ എൻ്റെ റബ്ബിനെ ഏൽപ്പിക്കാൻ എനിക്കൊരവസരം ലഭിച്ചാൽ എൻ്റെ റബ്ബൻ്റെ വിചാരണ നടത്തിക്കോട്ടെ എന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം എൻ്റെ സ്വന്തം ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ എന്നോട് കരുണയുള്ളവൻ റബ്ബാണ്, അള്ളാഹുവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മ പ്രവർത്തിക്കുക, ഒന്നും പാഴായി പോവുകയില്ല എന്ന് മനസ്സിലാക്കുക. റബ്ബിനോട് ഏറ്റവും നല്ല പ്രതീക്ഷയുള്ളവരാവുക, അവനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നവരാവുക. നോക്കൂ, ഈ ഹദീസിലെ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് നാം ഏവരും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണെന്ന പാഠമാണ്. അള്ളാഹു പറഞ്ഞത് നോക്കൂ, നിങ്ങളെല്ലാവരും വഴികേടിലാണ്, ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ. അതുകൊണ്ട് എന്നോട് ഹിദായത്ത് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. പ്രിയ സഹോദരങ്ങളെ, ദീനിൻ്റെ കാര്യമാകട്ടെ, ദുനിയാവിലെ നമ്മുടെ നന്മകളാകട്ടെ, നമുക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളാകട്ടെ, അതിലേക്കുള്ള വഴി അള്ളാഹു കാട്ടിത്തന്നില്ല എങ്കിൽ, അള്ളാഹു നമ്മുടെ കാലിടറാതെ സംരക്ഷിച്ചില്ല എങ്കിൽ ആരാണ് നമ്മെ കാത്തുരക്ഷിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, അവിടുത്തെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി ദുആ ചെയ്യാറുണ്ടായിരുന്നു.
اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. അള്ളാഹുവെ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഞാൻ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും വഴിതെറ്റിച്ച് കളയുന്നതിൽ നിന്ന്, എൻ്റെ കാലിടറി പോകുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ കാലിടറുന്ന അവസ്ഥയിലേക്ക് എന്നെ ആരെങ്കിലും കൊണ്ടെത്തിക്കുന്നതിൽ നിന്ന്, ഞാൻ ആരോടെങ്കിലും അതിക്രമം പ്രവർത്തിക്കുന്നതിൽ നിന്ന്, എന്നോട് ആരെങ്കിലും അതിക്രമം പ്രവർത്തിക്കുന്നതിൽ നിന്ന്, ഞാൻ ആരോടെങ്കിലും അവിവേകവും ജാഹിലിൻ്റെ പ്രവർത്തനവും പ്രവർത്തിക്കുന്നതിൽ നിന്ന്, എന്നോട് ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ വീട്ടിൽ നിന്ന് കാല് പുറത്തേക്ക് എടുത്തു വെക്കുമ്പോൾ പറയുകയാണ്, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിൻ്റെ പേരിൽ അവനിൽ തവക്കുലാക്കിക്കൊണ്ട് അവനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 വാക്കിലും അള്ളാഹുവിനോടുള്ള ഇസ്തിആനത്തുണ്ട്, സഹായത്തേട്ടമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വഴി കാണിച്ചു തരാൻ നമ്മുടെ റബ്ബല്ലാതെ മറ്റാരുണ്ട്? നിൻ്റെ ദുനിയാവിൻ്റെ കാര്യങ്ങളിലാകട്ടെ, ദീനിൻ്റെ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും വഴികേട് ചുറ്റും നിനക്ക് മുന്നിൽ കാണാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും തൻ്റെ റബ്ബിനു വേണ്ടി ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ലാത്തവൻ, ബിംബങ്ങൾക്ക് മുന്നിലും ഖബറുകൾക്ക് മുന്നിലും കുരിശുകൾക്ക് മുന്നിലുമെല്ലാം കൈകൂപ്പിയും തലകുണിച്ചും സുജൂദ് ചെയ്തും കഴിഞ്ഞുകൂടുന്നവർ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, റബ്ബല്ലാത്തവരിൽ അവലംബമർപ്പിക്കുന്നവർ, തങ്ങളുടെ കയ്യിലും അരയിലും ഒക്കെ കെട്ടിയ ഉറുക്കുകളിലും ചരടുകളിലും ഏലസുകളിലും അവലംബമർപ്പിക്കുന്നവർ, അവർക്കെല്ലാം ഇടയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ വാഹകനായി, അത് മനസ്സിലുറപ്പിച്ചവനായി, റബ്ബിലേക്ക് മാത്രം കൈകൾ ഉയർത്തുന്നവനായി, അവനിൽ മാത്രം അവലംബമർപ്പിക്കുന്നവനായി അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം മറ്റെന്തുണ്ട്? അതിനേക്കാൾ വലിയ നിഅമത്ത് പ്രിയമുള്ളവരെ മറ്റൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു അവൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും സമ്പത്ത് നൽകും. എന്നാൽ വലാ യുഅ്തിൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബ്, അവൻ ഈമാൻ അവൻ ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ നൽകുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അമൂല്യമായ രത്നങ്ങളെക്കാൾ, നമ്മുടെ ഈ ലോകത്തെ എല്ലാ സമ്പത്തിനേക്കാൾ, നമ്മുടെ ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, സകലതിനേക്കാളും വിലപ്പെട്ടതാണ് നമ്മുടെ ഈമാൻ. നമുക്ക് ലഭിച്ചിട്ടുള്ള തൗഹീദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാൻ, ബിദ്അത്തുകളെ അതിനെ അവഗണിക്കാൻ, അതിലേക്ക് പോകാതിരിക്കാൻ, അത് വലിച്ചെറിയാൻ അള്ളാഹു നമ്മുടെ മനസ്സിൽ ഈ ചിന്തയിട്ട് തന്നിട്ടുണ്ടോ? അതിനേക്കാൾ വിലപ്പെട്ട മറ്റൊരു അനുഗ്രഹവുമില്ല. അത് നിലനിർത്താൻ അള്ളാഹുവിനോട് എപ്പോഴും തേടുക. അതിനുശേഷമാണ് ഈ ഹദീസിൽ നോക്കൂ ഭക്ഷണത്തിൻ്റെ കാര്യം പോലും വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും പട്ടിണിയിലാണ്, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ. എന്നോട് ഭക്ഷണം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമേകാം. നിങ്ങളെല്ലാവരും വിവസ്ത്രരാണ്, ഞാൻ വസ്ത്രമേകിയവരൊഴികെ. എന്നോട് നിങ്ങൾ വസ്ത്രം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം. നോക്കൂ, ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതില്ലാത്ത ആളുകൾ എത്ര ആളുകളുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ ഗസയിൽ, ഫിലസ്തീനിൽ ഭക്ഷണമില്ലാതെ മെലിഞ്ഞൊട്ടിയ എല്ലുകൾ പുറത്തു കാണുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ, നമ്മെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ പ്രിയ സഹോദരങ്ങളെ നമ്മൾ കാണുന്നില്ലേ? അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇതാ ഈ നിഅമത്തുകൾ നീങ്ങിപ്പോകാൻ യാതൊരു പ്രയാസവുമില്ല. അള്ളാഹുവിന് നന്ദി കാണിക്കുക, അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു അവരുടെ പരീക്ഷണങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ നീക്കി നൽകുമാറാകട്ടെ. അള്ളാഹു അവരുടെ ശത്രുക്കളിൽ നിന്ന് അവർക്ക് വിജയവും മോചനവും നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയ സഹോദരങ്ങളെ, അതുപോലെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ, അള്ളാഹു പറഞ്ഞതായി, നിങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ തെറ്റുകൾ ചെയ്യുന്നവരാണ്. രാവും പകലും എന്ന് വന്നതിൽ നോക്കൂ, രഹസ്യവും പരസ്യവുമായുള്ള തെറ്റുകൾ ഉൾപ്പെട്ടു. ഒരാൾ പൊതുവെ പകലിൽ പുറത്തായിരിക്കും, രാത്രിയിൽ അവൻ്റെ വീട്ടിലായിരിക്കും. ഇങ്ങനെ ആളുകൾ കാണുകയും ആളുകൾ കാണാതെയും ചെയ്യുന്ന തിന്മകളെല്ലാം അതിലുൾപ്പെട്ടു. ഇങ്ങനെയെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നവരാണ് നിങ്ങൾ. അള്ളാഹു പറയുന്നു, അനഗ്ഫിറുദ്ദുനൂബ ജമീഅ, ഞാൻ തിന്മകളെല്ലാം പുറത്തു നൽകുന്നവനാണ്. ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം തേടൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാം. തൗബ ചെയ്യുക, അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക. റബ്ബിൻ്റെ കൽപ്പനയാണത്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഓ മുഅ്മിനുകളെ, നിങ്ങൾ മുഴുവൻ പേരും അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങൂ, അവനിലേക്ക് പാപമോചനം തേടി മടങ്ങൂ, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി. നിന്റെ തെറ്റുകൾ ആകാശം മുട്ടേ ആയിട്ടുണ്ട് എങ്കിലും, ഭൂമി നിറയായിട്ടുണ്ട് എങ്കിലും തൗബയുടെ വാതിൽ അടഞ്ഞുപോയിട്ടില്ല. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ തൗബയുടെ വാതിൽ അടഞ്ഞുപോയിട്ടില്ല. അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങൂ, അള്ളാഹു പുറത്തു നൽകും. തിന്മകൾ തിരുത്തൂ,
അള്ളാഹു പുറത്തു നൽകും. ഈ ലോകത്ത് തന്നെ അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകാൻ കാരണമാകുന്ന മഹത്തരമായ കാര്യമാണ് തൗബ എന്ന് പറയുന്നത്, ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക, ആത്മാർത്ഥമായി അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. ശേഷം റബ്ബ് പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു, അള്ളാഹുവിനെ ആർക്കും ഉപദ്രവിക്കാനോ അവനൊരു ഉപകാരം ചെയ്യാനോ സാധ്യമല്ല. എല്ലാവരും ഏറ്റവും നല്ലവരായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പോലെയുള്ള ഹൃദയമായി എല്ലാവരുടേതും. അള്ളാഹുവിൻ്റെ മുൽക്കിലൊന്നും കൂടാനില്ല. എല്ലാവരുടെയും ഹൃദയം പിശാചിൻ്റെ ഹൃദയം പോലെ, ഇബ്ലീസിൻ്റെ ഹൃദയം പോലുള്ള ഹൃദയമായി. അള്ളാഹുവിൻ്റെ മുൽക്കിലൊന്നും കുറയാനില്ല. മറിച്ച് നമ്മുടെ നന്മകൾ അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. അള്ളാഹു നന്മ സഹോദര നിന്നോട് കൽപ്പിച്ചത് നിനക്ക് വേണ്ടിയാണ്. ഇന്നത് ചെയ്യരുത്, ഹറാമുകൾ അള്ളാഹു നിൻ്റെ മുന്നിൽ വരച്ചു വെച്ചത് നിന്നോടുള്ള റഹ്മത്ത് കൊണ്ടാണ്. അതല്ലാതെ അള്ളാഹു നിനക്കത് നൽകാൻ പിശുക്കിയതല്ല, നഊദു ബില്ലാഹ്. മറിച്ച് റബ്ബ് അത് നിനക്ക് വേണ്ടിയാണ്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിന്നോട് വിലക്കിയത്. അതിൽ നിനക്കൊരിക്കലും ഖൈറില്ല. ഈ ലോകത്ത് തന്നെ നിനക്കതിൽ തൃപ്തിയില്ല, നിനക്കതിൽ സംതൃപ്തി ലഭിക്കുകയില്ല. നിൻ്റെ സൗഭാഗ്യം ഹറാമുകളിലല്ല, നിൻ്റെ സന്തോഷം ഹറാമുകളിലല്ല. അത് നിൻ്റെ തോന്നൽ മാത്രമാണ്, അത് പിശാചിൻ്റെ ദുഷ്പ്രേരണ മാത്രമാണ്. മറിച്ച് നിൻ്റെ എല്ലാ വിജയവും അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ്. അവൻ കൽപ്പിച്ചത് ചെയ്യുക, അവൻ വിലക്കിയത് ഉപേക്ഷിക്കുക. പ്രിയമുള്ളവരെ, അതിനാണ് എല്ലാ ഖൈറുമുള്ളത്. എൻ്റെ സഹോദരിമാരെ, കുട്ടികളെ, ചെറുപ്പക്കാരെ, നമ്മുടെ നന്മയുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലാണ്. ആരോ പഠിപ്പിച്ച കോപ്രായങ്ങളും ആളുകൾ കാണിച്ചു വച്ച മാതൃകകളും പിൻപറ്റുന്നതിലല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലാണ്. അതുകൊണ്ട് ഹറാമുകൾ, വൃത്തികേടുകൾ കാണുന്നത്, കേൾക്കുന്നത് എല്ലാം നമ്മൾ ഒഴിവാക്കുക, നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറഞ്ഞതായി, നിങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി ജിന്നും ഇൻസും ആദം അലൈഹിസ്സലാം തൊട്ട് അന്ത്യനാളിൻ്റെ തൊട്ടു മുൻപേ ജനിച്ച മനുഷ്യനാകട്ടെ, എല്ലാവരും ഒരേ മുറ്റത്തൊരുമിച്ചുകൂടി. എന്നിട്ടെല്ലാവരും റബ്ബിനോട് വേണ്ടതെല്ലാം ചോദിച്ചു. അവരുടെ ഓരോരുത്തരുടെയും ശബ്ദം കേൾക്കാൻ അള്ളാഹുവിനൊരു പ്രയാസവുമില്ല. ഓരോരുത്തരുടെയും ആവശ്യം മറ്റുള്ളവരുടേതുമായി കൂടിക്കലർന്നു പോകാതെ അറിയാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. അള്ളാഹുവിന് ഓരോരുത്തരുടെ ശബ്ദം കേൾക്കാൻ കഴിയും. ഉച്ചത്തിൽ പറയുന്നവൻ്റെ ശബ്ദം, പതുക്കെ പറയുന്നവൻ്റെ ശബ്ദം കേൾക്കാൻ അവന് തടസ്സമല്ല. വലിയവൻ്റെ ആവശ്യം, ചെറിയവൻ്റെ ആവശ്യം കേൾക്കാൻ റബ്ബിന് തടസ്സമല്ല. അള്ളാഹു പറയുകയാണ്, അവൻ ചോദിക്കുന്നവർക്ക് ചോദിച്ചതെല്ലാം നൽകി. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. അതുകൊണ്ട് പ്രിയ സഹോദര, നീ നിൻ്റെ റബ്ബിനോട് തേടാൻ ഒരു കാര്യവും വലുതായി കാണേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഫൽ യുഅ്ളിം അർറഗ്ബ, ഒരു മനുഷ്യൻ റബ്ബിനോടുള്ള തൻ്റെ ആഗ്രഹം, അവനോടുള്ള തൻ്റെ തേട്ടം വലുതാക്കട്ടെ. ഫഇന്ന അല്ലാഹ ലാ യതആലമുഹു ഷൈഇ, അള്ളാഹുവിനൊന്നും വലുതല്ല, അവനൊന്നും തരാൻ പ്രയാസമല്ല. അതാഉ കലാം, അവൻ നൽകണമെങ്കിൽ അവൻ പറയുക മാത്രമേ വേണ്ടതുള്ളൂ. അതുകൊണ്ട് റബ്ബിനോട് നിൻ്റെ ഏതേത് പ്രയാസമാകട്ടെ അത് നീക്കി നൽകാൻ തേടാൻ നീ മടിക്കേണ്ടതില്ല. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നിൻ്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോയാലും, നിൻ്റെ വസ്ത്രം അതൊന്ന് കീറിപ്പോയാലും, ചെറിയ ചെറിയ ആവശ്യങ്ങളാകട്ടെ, റബ്ബിനോട് തേടൂ. അള്ളാഹുവിനോട് നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് കേണു പ്രാർത്ഥിക്കൂ. നീ ഒരു പ്രയാസവും വലുതായി കാണേണ്ടതില്ല. അള്ളാഹുവിന് മുന്നിൽ നീ അത് ഇറക്കി വെക്കുക, അള്ളാഹു അത് നികത്തി തരും. ആളുകളുടെ മുന്നിൽ നീ നിൻ്റെ ആവശ്യങ്ങൾ ഇറക്കി വെക്കേണ്ടതില്ല, അപ്പോൾ അത് നികത്തപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസിൽ ഈ മഹത്തരമായ പാഠങ്ങൾ, ഇതിലുമേറെ പാഠങ്ങൾ നമുക്കുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ വാക്കുകൾ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ, അതിൻ്റെ മുറാദ് എന്താണോ, അതിൻ്റെ ഉദ്ദേശം എന്താണോ അത് മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഹിദായത്തും നമ്മുടെ എല്ലാ നിഅമത്തുകളും നിലനിർത്തി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين المستضعفين في غزة وفي فلسطين. اللهم انصرهم على أعدائهم يا رب العالمين. اللهم عليك باليهود الغاصبين يا رب العالمين. اللهم عليك بأعوانهم من الكفار والمشركين. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين
واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.